രാജസേനൻ ജയറാം ഐക്കോണിക് ആയിട്ടുള്ള കോമ്പിനേഷനാണ് അത്. എന്തുകൊണ്ട് പിരിഞ്ഞു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അതിന് ഉത്തരം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഉത്തരങ്ങളിൽ ഏകദേശം ഒരു 10 ഉത്തരങ്ങളിങ്ങനെ സാർ പറഞ്ഞിട്ടുണ്ട്. ആ 10 ഉത്തരങ്ങളുടെ സംഗ്രഹമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രണ്ടുപേരും രണ്ട് രീതിയിൽ വളർന്നുപോയി. ഒരാൾ താരം എന്ന രീതിയിൽ വളർന്നപ്പോൾ അയാൾ കഥയിലും കഥാഗതിയിലും ഇൻ്റർഫിയർ ചെയ്തു. അത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളാനായില്ല. അത് തന്നെയാണോ പ്രശ്നം? ഇൻ്റർഫിയർ ചെയ്തില്ല, ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല. കഥയിൽ ഇടപെട്ടത് കൊണ്ട് എന്തിനൊരു സുഹൃത്തിനെ വേണ്ടത്? കഥയിൽ ഇടപെട്ടിട്ടില്ല. പുള്ളിക്ക് കഥയിൽ ഇടപെടാൻ അറിയത്തുമില്ല. അപ്പോൾ ദിലീപ് കഥയിൽ ഇടപെടും, പല കാര്യത്തിൽ ഇടപെടും. ദിലീപിനതറിയാം. ജയറാം സത്യം ഞാൻ തുറന്നു പറയാം, എൻ്റെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് ഒരു 4-5 സെൻറ്റൻസ് ചിലപ്പോൾ ഫോണിൽ കൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജയറാം ആ സ്ക്രിപ്റ്റ് കാണുന്നത് ലൊക്കേഷനിലാണ്. അങ്ങനെയായിരുന്നു. ഇത് മധുചന്ദ്രലേഖയും കഴിഞ്ഞ് കനകസിംഹാസനവും കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞത് ആരംഭിച്ചു. ഏത് അദ്ദേഹം കാസ്റ്റിങ് അത് ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ അല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല ഇനി അങ്ങനെയൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. പറഞ്ഞ് എങ്കിൽ പിന്നെ ഞാനില്ല, നമുക്ക് പിന്നെ കാണാം, പിന്നെ എപ്പോഴെങ്കിലും കാണാം, നമ്മളിനി ഒരുമിച്ചുണ്ടല്ലോ. അത് വഴക്കായിട്ടല്ല, ഇതുപോലെ സ്നേഹത്തിൽ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതിനെ പിന്നെ കൂടെ നിന്നവർ പലരും ഒന്ന് തെറ്റിയെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അറിയാമല്ലോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ശകലകന്നു എന്ന് കണ്ടാൽ പിന്നെ അതിനെ വലിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ ആളുണ്ടാവും. അങ്ങനെ കുറച്ച് പേര് വലിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് പുള്ളി അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് ഒരു മിസ്സിങ്ങോ തീർച്ചയായിട്ടും സങ്കടമോ ഒന്നുമില്ല എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ, ജയറാമിന്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ അപ്പൊ അവിടെ പ്രധാനമന്ത്രി വരുന്നുണ്ട്, വലിയ താരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ രാജസേനൻ ഉണ്ടായിരുന്നെങ്കിൽ. വിളിച്ചാലേ പോകാൻ പറ്റും. എൻ്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ആളിനെ ഞാൻ പിന്നെ വിളിക്കുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ 2 സെൻറ്റൻസേ പറഞ്ഞോളൂ. എൻ്റെ മകളുടെ കല്യാണമാണ് ആദ്യം നടന്നത്, അതിന് വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്ത ആളാണ്, സാമാന്യ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം വിളിച്ചില്ല, കാരണം വിളിച്ചാലും ചെല്ലത്തില്ല എന്ന് വിചാരിച്ചിട്ടാവാം വിളിച്ചില്ല. രണ്ടിനും വിളിച്ചിട്ടില്ല. ഇനി അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നൊരു ഇനീഷ്യേറ്റീവ് എടുത്താൽ, അല്ലെങ്കിൽ രാജസേനൻ്റെ സൈഡിൽ നിന്നൊരു ഇനീഷ്യേറ്റീവ്, ഇപ്പോൾ ഫ്രണ്ട്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വിട്ടാണല്ലോ ഈ കമ്പനി എടുത്താൽ, ആ സുവർണ്ണ കൂട്ടുകെട്ട് ഒരുമിക്കുക അതിനുള്ള സാധ്യത എനിക്കറിയില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ഉണ്ടാവില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൗഹൃദത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സൗഹൃദം അതുപോലും കിട്ടാറില്ല. പല വേദിയിൽ ഒരുമിച്ചൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതില്ല. അപ്പോൾ ഞാൻ ഇനിഷ്യേറ്റീവായിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങത്തില്ല. അദ്ദേഹം തന്നെയാണ് പല സിനിമയും നേരത്തെ ഇനിഷ്യേറ്റീവായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ 16 സിനിമകൾ, 16 സിനിമ പ്രൊഡ്യൂസർ ഒപ്പിക്കാനൊക്കെ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഇറങ്ങിയാൽ ചിലപ്പോൾ നടന്നു വരാം. അദ്ദേഹത്തെ ഒരിക്കലും വേണ്ടാന്ന് ഞാൻ പറയത്തില്ല, പറയാൻ എൻ്റെ നാവ് അനുവദിക്കത്തില്ല. പക്ഷേ ഈ അടുത്ത് വരുന്ന 2 പ്രധാനപ്പെട്ട ചർച്ചകളിലും അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിലും രാജസേനൻ എവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തേത് ഉർവശി എടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, മധുചന്ദ്രലേഖ ഞാൻ ഇഷ്ടമില്ലാതെ ചെയ്തൊരു സിനിമയാണ്, ജയറാം പാർവതിയുടെ നിർബന്ധം കൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്, ആ സിനിമയുടെ കഥാപാത്രമായിട്ട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന്. അതിനോട് എങ്ങനെ പ്രതികരിക്കുക? ആ ഒരു വിയോജിപ്പ് അവരുടെ ഉർവശി പെർഫോം ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ വിയോജിപ്പ് മാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ? എൻ്റെ ഒരു അറിവിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു അവരെ അങ്ങനെ കാസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം? ആ റോള് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അത് ജയറാമിനോട് ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു ഉർവശി. ഇങ്ങനെ ജയറാം വന്നൊരു കഥ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനിപ്പോൾ 2 ദിവസത്തിനകത്ത് എറണാകുളത്ത് വരും, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കാണാം, എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു 1 ലൈൻ ഉണ്ട്, ഞാനതും കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ 1 ലൈൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് എല്ലാ കൺഫ്യൂഷനും മാറി, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ചില ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ, എന്നിട്ട് ഒരു കാര്യം കൂടെ അവർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ പടത്തിന് സ്റ്റേറ്റ് അവാർഡും കിട്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്ന ട്രോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട്, അത് നമ്മൾ അധികം ശ്രദ്ധിക്കാതിരിക്കുന്നത്. ഇത് വേദന ഉണ്ടാക്കുന്നുണ്ടോ? ഈ മധുചന്ദ്രലേഖ
ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണെന്നും അത് നന്നായിട്ട് കളിച്ച പടമാണെന്നും അതിന് സ്റ്റേറ്റ് അവാർഡ് നായികയ്ക്ക് കിട്ടിയെന്നും ഒക്കെ എനിക്ക് ബോധമുള്ള ആളല്ലേ. അതുകൊണ്ട് എനിക്ക് ആ സിനിമയോടൊന്നും സ്നേഹമാണ്. മാത്രമല്ല ഒരാളും അങ്ങനൊരു കഥ പറഞ്ഞിട്ടില്ല, അങ്ങനൊരു കഥ പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല ആരും. അതിപ്പോൾ വേറെ ആരും മേലെപ്പറമ്പിലെ ആൺവീടും പലരും ഡയറക്റ്റ് ചെയ്യായിരുന്നതാണ്. അവസാനമുള്ള കഥ എൻ്റെ അടുത്തേക്ക് വരുന്നത്. കടിഞ്ഞൂൽ കല്യാണം 4 കഥ രഘുനാഥ് പലേരി എൻ്റെ അടുത്ത് പറഞ്ഞു. 4 ഞാൻ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ രഘു ചോദിച്ചു അതെന്താ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത്, പലർക്കും പേടിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ കഥയാണല്ലോ. ഞാൻ പറഞ്ഞു എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കഥ പറഞ്ഞപ്പോൾ വാടക കൊലയാളിയോട് അവൻ പറയുകയാണ്, ഭർത്താവ് പറയുകയാണ്, പെണ്ണിൻ്റെ ഭർത്താവ് പറയുകയാണ് അവളെ ഒന്ന് കൊന്നു തരണം, പക്ഷെ കൊല്ലുമ്പോൾ ഒരു കാര്യമുണ്ട്, അവളെ വേദനിപ്പിക്കാതെ കൊല്ലണം, അത്ര ഇഷ്ടമാണെന്ന്. ഞാൻ പറഞ്ഞു അതിനേക്കാൾ വലിയൊരു ഹ്യൂമർ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ആ ഒറ്റ സാധനം മതി ആ സിനിമയിൽ, അത് വെച്ച് ഞാൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് കഥകൾ ഉണ്ടായിട്ടുള്ളതും സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് സിനിമകൾക്ക് നല്ല റീമേക്കിനുള്ള സാധ്യതകൾ കൂടി ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ മേലപ്പറമ്പിലാൻവീട് അതിലൊരു വികലമായൊരു റീമേക്ക് വന്നിട്ടുണ്ട് ധനുഷ് അഭിനയിച്ചിട്ട്, നെയ്യാണ്ടി എന്നുള്ള പേരിൽ. അത് വലിയ പരാജയമായിരുന്നു ആ സിനിമ. അല്ലെങ്കിൽ ഇപ്പോൾ ഡാർലിങ്ങിനൊക്കെ നല്ല റീമേക്കിനുള്ള സാധ്യത ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ ഒക്കെ ആ സമയത്ത് അവിടെ പ്രൈമായി നിന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ കാർത്തിക് അല്ലെങ്കിൽ സത്യരാജ്, അവർക്ക് പ്രഭുവിനൊക്കെ വെച്ചത് അവിടെയും ചെയ്യാവുന്ന സാധ്യത ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കരിയർ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുകയോ ചെയ്യുകയോ ചെയ്യാഞ്ഞത്? ഇപ്പോൾ ഡാർലിങ്ങിനെ അന്ന് കാലത്തെ സൂര്യൻ വിജയനൊക്കെ വെച്ച് ചെയ്തിരുന്നെങ്കിൽ വലിയ വിജയമാക്കാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് അതൊന്നും ട്രൈ ഔട്ട് ചെയ്തില്ല? എല്ലാ ഈ പറഞ്ഞ പടങ്ങളെല്ലാം കഥാനായകനടക്കം റൈറ്റ്സ് വിറ്റിട്ടുണ്ട്. എൻ്റെ സിനിമ ചെന്നൈയിൽ ഡബ്ബിങ് നടക്കുമ്പോൾ തെലുങ്ക്, തമിഴ് അങ്ങനെയുള്ള ലാംഗ്വേജിൻ്റെ റൈറ്റ്സ് ഡബ്ബിങ് കഴിയുമ്പോഴേക്കും സെയിലാണ്. ഈ ഡാർലിംഗ് പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മോഹൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് 9 ലക്ഷമായിട്ടൊരു പാർട്ടി സിനിമ കാണാൻ ഇരിപ്പുണ്ട്, നമ്മുടെ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് ഇത് കഴിയുമ്പോൾ അവർ പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നല്ല സിനിമ, ഉദയനും സിബിയും ഉണ്ട്, നല്ല സിനിമയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, അയാൾ പറയണ്ട, അയാൾക്ക് വേണമെങ്കിൽ വേറെ ആളുകൾ നമുക്ക് കൊടുക്കാം. പക്ഷേ പടം കഴിഞ്ഞ് മോഹനെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്നിരുന്ന് എഗ്രിമെൻ്റ് പോലും എഴുതിയില്ല, ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ട് 9 ലക്ഷം രൂപ കാശ് കൊടുത്തു. ഇതുപോലെ എല്ലാ സിനിമയും. എനിക്ക് ആ ഒരു ബിസിനസ് എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. അതൊരു വലിയ ബിസിനസ്സായിരുന്നു. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരിക്കൽ ചിന്തിച്ചാൽ ഒരു 3 സിനിമ 4 സിനിമ മിനിമം ചെയ്യാവുന്ന ഒരു ബിസിനസ് അതിനകത്തുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ പ്രിയദർശൻ സാറും സിദ്ദിഖും അത് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ജയറാം കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ് തന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു പ്രോജക്റ്റ് കഴിയുമ്പോഴേക്കും അടുത്ത പ്രോജക്റ്റിന് റെക്കോർഡിംഗ് അല്ലേ, അങ്ങനെയല്ലേ പോകുന്നത്. ഇടം വലം തിരിയാനുള്ള സമയമില്ലായിരുന്നല്ലോ, അതാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും തമിഴ് പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ അവർ സമീപിച്ചാലും അത് അല്ലെങ്കിൽ റൈറ്റ്സ് വേറെ പോയി കഴിഞ്ഞാലേ അവർക്ക് ഇഷ്ടമുള്ള ആളിനെ കൊണ്ട് അവരങ്ങ് ചെയ്യും. എത്ര പടം പോയിട്ടുണ്ടെന്ന് പറയും, എനിക്കതെല്ലാം പോയിട്ടുണ്ട്. അത് ഈ റൈറ്റ്സ് കൂടുതൽ വാങ്ങിയിട്ടുള്ള ഒരാൾ എഡിറ്റർ മോഹൻ എന്ന് പറയും, ജയം രവിയുടെ, അയാളുടെ കയ്യിലാണ് എൻ്റെ മിക്ക സിനിമയുടെയും റൈറ്റ്സ് കിടക്കുന്നത് എല്ലാം.